നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റവ കേസരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ഫോളോവറിൽ ഒരാൾ ചോദിച്ചിരിക്കുന്ന റെസിപ്പിയാണ്. പക്ഷേ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഇന്ന് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അണ്ടിപ്പരിപ്പിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം. ആ ഒരു കിസ്മിസൊക്കെ നന്നായിട്ട് പൊങ്ങി വരും. ആ ഒരു സമയം വരെ മാത്രം വറുത്തെടുത്താൽ മതി. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. അതിനുശേഷം ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ വീണ്ടും 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ വറക്കാത്ത ബോംബെ റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ വറുത്ത റവയാണ് ഉപയോഗിക്കാൻ പോകുന്നുണ്ടെങ്കിലും ഈ ഒരു പ്രോസസ്സ് എന്തായാലും ചെയ്യണം. അത് നെയ്യിൽ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്തോളൂ. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകും. ആ ഒരു സമയം വരെ മാത്രം വറുത്തെടുത്താൽ മതി. ഇപ്പോൾ ദാ ഇതിൻ്റെ കളറൊക്കെ നല്ലപോലെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. തൊട്ടടുത്തുള്ള അടുപ്പിൽ തന്നെ ചൂടുവെള്ളം തയ്യാറാക്കാൻ വേണ്ടി വെച്ചിരുന്നു. 1/2 കപ്പ് വെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് വീണ്ടും നമുക്ക് ഈ ഒരു റവ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം. റവ നല്ലപോലെ വറുത്തെടുത്തത് കൊണ്ട് തന്നെ റവ വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തോളൂ. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഈ ഒരു വെള്ളമൊക്കെ നല്ലപോലെ വറ്റി റവയൊക്കെ നന്നായിട്ട് വെന്ത് വരും. ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി റവ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ റവ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം വേണം ഇതിലേക്ക് മധുരം ചേർക്കാനായിട്ട്. ഈ ഒരു കേസിൽ ശർക്കര ഉപയോഗിച്ചാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ 1/4 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചേർത്ത് കൊടുത്ത ശർക്കരയിൽ അഴുക്കൊന്നുമില്ലാന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ ശർക്കരയിൽ അഴുക്കുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് ശർക്കര പാനിയാക്കി അരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. വീണ്ടും ലോ ഫ്ലെയിമിൽ നല്ലപോലെ തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി നല്ലപോലെ തന്നെ യോജിച്ച് വരും. ഇതുപോലെ യോജിച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. മധുരമൊക്കെ ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ആ ഒരു ചൂടിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ ഒരു പാകത്തിന് എടുത്തോളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കട്ടിയായി പോകും. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് പഞ്ചസാര ഉപയോഗിച്ചും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. സെയിം അളവിൽ തന്നെ എടുത്താൽ മതി. 1/4 കപ്പ് ശർക്കര ചേർക്കുമ്പോഴേക്കും ഇതൊരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടാവുന്നതാണ്. ഇതിപ്പോൾ ഞാനിവിടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അത് തവിയിൽ ഒരല്പം നെയ്യാക്കിയതിന് ശേഷം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ട് ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ചെയ്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ പഞ്ചസാരയൊക്കെ ഉപയോഗിച്ചാണ് തയ്യാറാക്കാറ്. ഇന്നതിന് പകരം ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.